സുഹൃത്തുക്കളെ, എൻ്റെ ബാക്കിൽ 14 വീടുകളുടെ വർക്ക് ഇപ്പം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് 14നിപ്പോൾ പാവപ്പെട്ടവർക്കുള്ളതാണ്. 420ഓളം വീടുകൾ ഓൾറെഡി നൽകി കഴിഞ്ഞു. നോക്കുക നിങ്ങൾ. അപ്പോൾ അതൊരു ചെറിയ സംഭവമല്ലല്ലോ. അതേപോലെ തന്നെ 4000-ൽ കൂടുതൽ ഓർഫൻസിനെ ഇവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ, അവർക്ക് വേണ്ട ഡ്രസ്സ്, ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ ഒരുപാട് മെഡിക്കൽ സൗകര്യങ്ങൾ, ഭക്ഷ്യക്കിറ്റുകൾ, ബാക്കി പിന്നെ രോഗികൾക്ക് വേണ്ട സഹായങ്ങൾ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, പിന്നെ സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ട, പിന്നെ അതേപോലെ തന്നെ ട്രെയിനിങ്ങുകൾ, അങ്ങനെ ഒരു എന്താ പറയുക, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വലിയ ടീമിനെയാണ് അല്ലെങ്കിൽ ഒരു സംഘടനയാണ് പരിചയപ്പെടുന്നത്. എനിക്ക് വലിയ ഹാപ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുടിയിരിക്കലൊക്കെ ഉടൻ തന്നെയാണ്. പക്ഷേ ഇവരൊന്നും ആർക്കാണ് കൊടുക്കുന്നത്, ആ ബെനിഫിഷ്യറീനെ ഒരിക്കലും ഇവർ കാണിക്കാറില്ല. അതേപോലെ തന്നെ ഒരുപാട് സപ്പോർട്ട് പല ഭാഗത്തുനിന്ന് ഇവർക്ക് കിട്ടുന്നുണ്ട്. വളരെയധികം നിയമപരമായിട്ട് അതേപോലെ തന്നെ കണക്കുകളൊക്കെ വളരെ കണിശമായിട്ട് സൂക്ഷിച്ച് ചെയ്യുന്ന വലിയൊരു പ്രവർത്തനം മലപ്പുറം ജില്ലയിലെ പിന്നെ പുളിക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷെൽട്ടർ ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സമയം ഉണ്ടെങ്കിൽ ഒന്ന് കാണാം. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതിൽ ജോയിൻ ആകാൻ പറ്റുന്നുള്ളതാണ്. ഹാപ്പി ഉണ്ട്, വളരെ ഹാപ്പി ഉണ്ട്. ഹായ്, അസ്സലാമു അലൈക്കും. സന്തോഷം. ഇതൊക്കെയാണ് ടീമൊക്കെ, ഞാൻ മൈക്കൊക്കെ കൊടുക്കും. ഹായ്, സുഖമല്ലേ? സുഖം. അപ്പം ഞങ്ങൾ സെക്രട്ടറി ആണല്ലേ. അപ്പോൾ എനിക്ക് എന്താ അറിയില്ല, ഇതൊക്കെ എത്ര വർഷം കൊണ്ട് ഈ ഒരു ഞാൻ 10 വർഷം കൊണ്ട് തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഇത്ര പഠിച്ചോൻ്റെ അനുഗ്രഹം ചെയ്യാൻ സാധിച്ചു. അൺബിലീവബിൾ. സത്യത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ, എന്താണ് ഷെൽട്ടർ? 35 വിങ്ങിലായിട്ട് ഇന്ത്യയിൽ മൊത്തം വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. ഓർഫൻ കെയർ ഉണ്ട്, നമ്മളെ വിഡോ കെയർ ഉണ്ട്, വീടുണ്ട്, പിന്നെ മെഡിക്കൽ ഉണ്ട്, അതുപോലത്തെ ആംബുലൻസ് സർവീസ്, അങ്ങനെ എന്തെല്ലാം മേഖലകളുണ്ട് ആ മേഖലകളൊക്കെ ഞങ്ങൾ കൈവെക്കുന്നുണ്ട്. എല്ലാ മേഖലകളും. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവം? ഇവിടെ നമ്മൾ 14 വീടുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ ആവശ്യക്കാർക്ക് ഈ നോമ്പിന്റെ മുന്നേ അല്ലെങ്കിൽ നോമ്പിന്റെ ശേഷം ഉടൻ നമ്മൾ എന്ത് ചെയ്യും, ആളുകൾക്ക് കൈമാറുന്നുണ്ടല്ലേ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരുപാട് എനിക്ക് എന്തൊരു പ്രൗഡ് എന്താ പറയുക, നമ്മളൊക്കെ ഈ ഒരു ജില്ലയിൽ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഷെൽട്ടറിനെ പോലെയുള്ള വലിയ സംഘടനകളുടെ ഇടയിൽ നമുക്കും താമസിക്കാൻ പറ്റുക, അത് കണ്ടുകൊണ്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് വളരെ വലുതാണ്. നമ്മളിപ്പം പറഞ്ഞതുപോലെ ഇന്ത്യ മുഴുവൻ ചെയ്യുന്നുണ്ട്. 5 മേജർ വിങ്ങുകളിലായിട്ട് 35 മേജർ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് 35 വിങ്ങുകളിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ മേജറായിട്ട് നമ്മളെ കൺസ്ട്രക്ഷൻ വിങ്ങിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഷെൽട്ടർ ഹോം ഉണ്ട്, സ്നേഹ വീടുണ്ട്, റീഹാബിലിറ്റേഷൻ ഹോം. ഇതിന് നമ്മളത് സ്നേഹ വീട് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. അതിന് ഷെയർ എന്ന് പറയുന്നത് 100 രൂപയാണ്. ഒരാൾ 100 രൂപ, ജസ്റ്റ് 100 രൂപ ഷെയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു 8000-9000 ആളുകളുടെ ഷെയറിൽ നിന്ന് ഞങ്ങളൊരു വീട് ഒരു മാസം ഉണ്ടാക്കും എന്നുള്ളതാണ്. അതിലിപ്പോൾ ഞങ്ങൾ ഓൾറെഡി 54 വീടുകൾ എടുത്ത് കഴിഞ്ഞു. 2030 ആകുമ്പോഴേക്കും ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 250ഓളം വീടുകൾ കേരളത്തിൽ, അതായത് പെർ ഇയർ 50 വീട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. നിലവിൽ ഞങ്ങൾ ഓൾറെഡി 420 ടോട്ടൽ വീടുകൾ കൊടുത്ത് കഴിഞ്ഞു. അതായത് കീ ഹാൻഡ് ഓവർ ചെയ്ത് അവർ അർഹരാണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിന് ഞങ്ങൾക്ക് പല മെത്തേഡുകളുണ്ട്. ഞങ്ങളുടെ ഓഫീസ് ഇന്റർവ്യൂ ഉണ്ട്. ഞങ്ങളുടെ ഫീൽഡ് ഓഫീസർമാർ ഡയറക്റ്റ് പോയി കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയി അവർ നേരിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് ആളുകളാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു പക്ഷേ വീഡിയോ കാണുന്ന നിങ്ങൾക്കും വിശ്വസിച്ച് ഇവരുടെ കൂടെ കൂടാൻ പറ്റുന്നതാണ്. പറഞ്ഞോളൂ. അവരുടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഞങ്ങൾ പീരിയോഡിക്കൽ റിപ്പോർട്ട് ഡോണർമാർക്ക് അയച്ചു കൊടുക്കും. ഒരു വീട് ഡൊണേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരുടെ ഓരോ സ്റ്റേജും അവർക്കറിയാം. അതായത് ആഴ്ചയിൽ തന്നെ അവർക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടും. അവരുടെ വാട്സപ്പ് മെസ്സേജുകളിലായിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സുകൾ കിട്ടും. അതിൻ്റെ ഓരോ വർക്കുകളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാവും. വീട് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മൾ അവർക്ക് അതിൻ്റെ ഫുൾ ഡാറ്റകൾ, റിപ്പോർട്ടുകൾ ആയിട്ട് അവർക്ക് കൊടുക്കും. പിന്നെ നമ്മുടെ അതോറിറ്റികൾക്കും ഇത് ഈ ഫണ്ട് എവിടെ നിന്ന് വന്നു, ഫണ്ട് എങ്ങനെ നമ്മൾ ചെലവഴിച്ചു എന്നുള്ള ഈവൻ ഞങ്ങളുടെ ഏതൊരു പബ്ലിക്കിനും ഞങ്ങളുടെ വെബ്സൈറ്റിൽ കയറിയാൽ ഇന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്ത shelterindia.org ഇതാണ് ഞങ്ങളുടെ വെബ്സൈറ്റ്. ഷെൽട്ടർ ഇന്ത്യ ആപ്പിൾ സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ഒക്കെ നമ്മുടെ ആപ്പും ഉണ്ട്. ഇതിൽ കയറി കഴിഞ്ഞാൽ ഇന്ന് അനൗൺസ് ചെയ്ത പ്രൊജക്റ്റ് ആണെങ്കിലും അതിൽ ആ പ്രൊജക്റ്റിന്റെ ഡാറ്റകൾ, മിനിമം ഡാറ്റകൾ എന്താണ്, എന്തുകൊണ്ട് നമ്മൾ സഹായിക്കുന്നു ഈ ബെനിഫിഷ്യറിയെ എന്നുള്ളതിന്റെ ഡാറ്റ അതിലുണ്ടാവും. അതോടൊപ്പം തന്നെ അതിൽ എത്രത്തോളം ഫണ്ട് വന്നു, ഇപ്പോൾ ഒരാഴ്ച മുന്നേ അനൗൺസ് ചെയ്ത കേസിൽ എത്രത്തോളം ഫണ്ട് വന്നു ആളുകൾക്ക് നോക്കി അവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ ഇപ്പം ഞാൻ മെയിനായിട്ട് നോക്കുന്നത് എഡ്യൂക്കേഷൻ വിങ് ആണ്. നമ്മൾ ഏകദേശം ഒരു 227 കുട്ടികൾ നമ്മളെ കീഴിൽ നിന്ന് സ്കോളർഷിപ്പായിട്ട് പല കോഴ്സുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൽ അൽഹംദുലില്ലാഹ് ഇപ്പം ഏറ്റവും എടുത്ത് പറയാമെന്ന് വെച്ചാൽ കുറച്ച് കുട്ടികൾ ഇപ്പോൾ MBBS കഴിഞ്ഞ് അവർ ഔട്ട്സോഴ്സിങ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി, ഒരാൾ സയൻറ്റിസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഈ സ്കോളർഷിപ്പ് കൊടുത്ത കുട്ടികളൊക്കെ അവരെന്താ വെച്ചാൽ അവരൊരു ജോലി കിട്ടിയതിന് ശേഷം അവരുടെ മന്ത്ലി സാലറി ഒരു ചെറിയ എമൗണ്ട് നമുക്ക് തിരിച്ചിങ്ങോട്ട് തരാൻ തുടങ്ങി. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ ഏതായാലും സ്കോളർഷിപ്പിൽ പഠിച്ച് ഞങ്ങൾ നല്ല നിലയിൽ
ലെവലിലെത്തി. ഇനി ഞങ്ങളെ ഇതിൽ കൂടെ വേറെ കുട്ടികൾ വരട്ടെ എന്ന്. ഞാനും നോക്കുന്നത് കിഡ്നി കെയർ ആണ്. ഏകദേശം 2000-ലധികം, അതായത് ഏകദേശം 1800 ആളുകൾക്ക്, ഡയാലിസിസ് രോഗികൾക്ക്, അതുപോലെ ട്രാൻസ്പ്ലാന്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവർക്ക് സഹായം എത്തിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇതിനകം തന്നെ 1865ഓളം ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ മാസവും അവർക്ക് സപ്പോർട്ട് ചെയ്യും. മാസത്തിൽ പറഞ്ഞോളൂ, നിങ്ങൾ എന്താ ചെയ്യണത്? ക്യാൻസർ 1000-ഓളം ക്യാൻസർ രോഗികൾക്ക്. ക്യാൻസറിൻ്റെ പൊതുവെ ചികിത്സ വളരെ ഭാരിച്ചൊരു ചിലവാണ്. അതിന് നല്ലൊരു സംഖ്യ ഞങ്ങൾ എല്ലാ മാസവും ചെയ്യുന്നുണ്ട്. അതിൽ വേറൊരു സംഭവം, ഇതിൽ നമ്മുടെ മേജർ ഹോസ്പിറ്റലുകളെല്ലാം നമുക്ക് എന്താണെന്ന് വെച്ചാൽ MOU ആയിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം മിംസ് ആവട്ടെ, അല്ലെങ്കിൽ അതുപോലത്തെ മേജർ ഹോസ്പിറ്റലുകൾ, കേരളത്തിലെ എല്ലാ മേജർ ഹോസ്പിറ്റലുകളും, മെഡിക്കൽ ട്രസ്റ്റ്, ഇപ്പം ജക്കാത്ത് വരികയാണല്ലോ, നോമ്പ് വരികയാണല്ലോ. അപ്പോൾ ജക്കാത്തിൻ്റെ തന്നെ നമ്മളെ മേജർ പോർഷൻ നമ്മൾ മാറ്റി വെക്കുന്നത് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഒരാളെ, അത് ജക്കാത്തിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് തന്നെ അതാണല്ലോ, ഒരാളെ ആ ജക്കാത്തിൽ കൊടുക്കുന്ന വാങ്ങുന്നൊരവസ്ഥയിൽ നിന്ന് മാറ്റി സക്കാത്ത് കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് ഒന്ന് ജസ്റ്റ് ഷിഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഷെൽട്ടറിൻ്റെ വലിയൊരു പദ്ധതി, ഒരു ന്യൂറോ റീഹാബും അതേപോലെ തന്നെ ഇവരുടെ ഹെഡ് ഓഫീസൊക്കെ കൂടെ ഇങ്ങോട്ട് മാറുകയാണ്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിനല്ലേ പറഞ്ഞത്? ഇതേതാ ലൊക്കേഷൻ വരുന്നത്? ഇത് പുളിക്കൽ പെരിയമ്പലം പള്ളിക്കൽ ബസാർ റോഡാണ്. ആ റോഡരികിൽ തന്നെയാണ്. പുളിക്കലങ്ങാടിയിൽ നിന്ന് നമ്മുടെ ഷെൽട്ടറിൻ്റെ ഓഫീസിൽ നിന്നും ഒരു വളരെ കുറഞ്ഞ 1 കിലോമീറ്റർ ഉള്ളിലുള്ള സ്ഥലത്താണ് ഇത്. വരുന്നുണ്ട്. പിന്നെ എന്താണ് ഓഫീസും നമ്മൾ ന്യൂ ഹാബ്, നമ്മൾ എന്താ വെച്ചാൽ ഏറ്റവും ഇവിടെ ഒരുപാട് രോഗികൾക്ക് ഒരു ആശാകേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന രൂപത്തിലാണ് ഇത്. ഇൻഷാ അല്ലാഹ് നമ്മൾ